ഹലോ എവരിബഡി. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ ലൈഫ് സ്കിൽ പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കാണ് ഗവേണൻസ്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ അവയർനെസ് ഇതൊക്കെ ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ആ ബ്ലോക്കിൽ നമുക്ക് 12th ചാപ്റ്റർ നമ്മുടെ സർവീസസ് റെക്കോർഡിംഗ് ഓക്കെ അല്ലേ? ഹലോ ഹലോ കേൾക്കണില്ല? ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? സനുമോളെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ. ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്ലാസ് തുടങ്ങിക്കോളൂ. കേട്ടോ. യൂണിറ്റ് 12 ആണ് ചർച്ച ചെയ്യുന്നത്. യൂണിറ്റ് 12 നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ സർവീസസിന്റെ ഡിസ്ട്രിക്ട് ലെവൽ ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോ നമ്മുടെ ഒരു രാജ്യത്തിന്റെ സിസ്റ്റം ഫെഡറൽ എന്ന് പറയും. ഫെഡറൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലും രണ്ടോ അതോറിറ്റി ആയിട്ട് അറിയാൻ നമ്മുടെ സ്റ്റേറ്റിന്റെ ഗവേണൻസ് കിടക്കുന്നുണ്ടാവുക. ഇതിനാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ റിപ്പബ്ലിക് എന്ന് പറയും. നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് എല്ലാവരും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് ആവുമ്പോഴാണ് രാജ്യത്തിന്റെ റിപ്പബ്ലിക് എന്ന് പറയാം. നമ്മുടെ രാജ്യം ഒരുപാട് കാലങ്ങളിൽ ഫെഡറലായിട്ട് മുന്നോട്ട് പോകുന്ന ഇടയിലാണ് പിന്നെ 73-74 അമെന്റ്മെന്റ് വന്നിട്ട് അത് പഞ്ചായത്ത് സിസ്റ്റം അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവല് ബ്ലോക്ക് നമ്മുടെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഇലക്ഷനൊക്കെ അതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഈ ഒരു തലത്തിൽ കൂടി നമ്മുടെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് സർവീസ് അവൈലബിൾ ആക്കുന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചായിരുന്നു. നമ്മുടെ ഒരു രാജ്യത്തിനെ കുറിച്ച് വെൽഫെയർ നാഷൻ എന്ന് പറയാം. നമുക്ക് വെച്ചാല് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സേഫ്റ്റി അതുപോലെ തന്നെ മറ്റു വിഷയങ്ങള് രാജ്യത്തിന്റെ കോമോഡിറ്റി കാര്യങ്ങൾ ടാക്സ് കളക്ട് ചെയ്യുക, അത് രാജ്യത്തിന്റെ ആവശ്യമായ രൂപത്തിൽ ഉപയോഗിക്കുക, അത് മാത്രമല്ല ഗവേണൻസിന്റെ ഭാഗത്തിൽ വരാം. പക്ഷെ ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസ് കൂടുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും നമുക്ക് ഓരോ വ്യക്തികൾക്ക് പ്രിവിലേജ് കാര്യങ്ങളും വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് റിസർവേഷൻ കൊടുക്കുമ്പോഴാണ് രാജ്യം ഒരു വെൽഫെയർ കൺട്രി എന്ന് പറയാം. നമ്മുടെ ഇന്ത്യ ഒരു ഇന്റർനാഷണൽ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വെൽഫെയർ കൺട്രി എന്ന് പറയാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓരോ തരത്തിലുള്ള സർവീസുകളെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാം. ഇതിൽ ഫസ്റ്റ് കാണുന്നത് നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ ഫിസിക്കൽ ഓഫീസ് ഉണ്ടാവും. ഇത് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്കും അവിടെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് സർവീസുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗവൺമെന്റ് എന്നുള്ളത് ഒരു റൂളർ എന്നുള്ള ആ ഒരു പൊസിഷനിൽ പണ്ട് കാലങ്ങളിൽ അവരൊരു റൂളിംഗ് പൊസിഷനിലുള്ള ഒരു ആൾക്കാരായിട്ടാണ് കണ്ടത്. പക്ഷെ ഇപ്പോഴാണ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉണ്ടാവുക. കാരണം ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് വേണ്ടി സേവ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരോട് നിയമിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഇന്ത്യൻ ഡിസ്ട്രിക്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാജ്യത്തിലെ ഓരോ ജില്ലക്കും അതിന്റെ ഒരു മെഷീനറി എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെയാണ് സർവീസിന് ടൂൾ കിറ്റിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ ഏതൊക്കെ അവകാശങ്ങളാണ് അവർ സംരക്ഷിക്കാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ടത്, ഇതൊക്കെയാണ് നമുക്ക് ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ട്രക്ചർ പറയാണ് യൂണിയൻ ലെവല് യൂണിയൻ ഗവൺമെന്റ് ഉണ്ടാവും. ഇവിടെ സ്റ്റേറ്റ് എന്ന് ഒരുപാട് തരത്തിലാണ്. സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം എന്നുള്ളതല്ല, അതായത് ആ ഒരു ഗവൺമെന്റ് പൊസിഷൻ എന്നുള്ള ഉദ്ദേശിക്കണുള്ളൂ. അപ്പൊ ഒരു ഹൈറാർക്കിക്കൽ പൊസിഷനിലാണ് നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ റൂളിംഗ് ഗവേണൻസിന് സ്ട്രക്ചർ ഉണ്ടാവുക. ഒന്ന് യൂണിയൻ ഗവൺമെന്റ്, അതായത് നമ്മുടെ നിയമസഭ പാർലമെന്റ്. പിന്നെ രണ്ടാമത് ഓരോ സംസ്ഥാനങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ഈ നാഷണൽ പോളിസികളൊക്കെ ഫോം ചെയ്യുന്നത് അതിന്റെ ലെജിസ്ലേഷനൊക്കെ നടക്കുന്നുണ്ടാവും യൂണിയൻ ഗവൺമെന്റിലാണെങ്കിലും
അത് ജനങ്ങളുടെ ഇടയിൽ നടപ്പാക്കാനുള്ള ജനങ്ങൾക്ക് അതിന്റെ സപ്പോർട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്തമൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയായിട്ടായിരിക്കും ഈ ഒരു യൂണിയൻ ഗവൺമെന്റ് ഇതെല്ലാം നടത്തുന്നുണ്ടാവുക. പിന്നെ രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതായത് ഒരുപാട് കാലം നമ്മുടെ സ്ട്രക്ചർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ ഗവൺമെന്റ് കൂടി വന്നു. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെ ഓരോ പഞ്ചായത്തും അതിന്റെ മുകളിലുള്ള ബ്ലോക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളൊക്കെ ഉൾക്കൊള്ളും. ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ കേട്ടോ. യൂണിയന്റെ കാര്യമായിട്ട് വരുന്നത് ഡിഫൻസ് ആണ് മെയിൻ. ഇത് മിലിറ്ററി കാര്യങ്ങൾ കംപ്ലീറ്റ് യൂണിയന്റെ കീഴിലാണ് വരിക. അപ്പൊ നമ്മുടെ പട്ടാളം അതുപോലെ തന്നെ രാജ്യത്തിനെ സംരക്ഷിക്കല്, വേറെ അറ്റാക്കുന്ന ഇവരെ രാജ്യത്തിനെ സംരക്ഷിച്ചിടത്തിലൊക്കെ യൂണിയന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കറൻസിന്റെ മോണിറ്ററിങ് കംപ്ലീറ്റ് ആയിട്ട് യൂണിയൻ നടക്കുക. അതുപോലെ തന്നെ അതിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ നടത്തൽ യൂണിയനാണ്. പിന്നെ അതുപോലെ തന്നെ ഗവർണറുടെ ടീം ഉണ്ടാക്കിയിട്ട്. പിന്നെ സ്റ്റേറ്റിന്റെ ലിസ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പോലീസ് യൂണിയന്റെ ഇടയിൽ വരില്ല, സ്റ്റേറ്റിലാണ് വരിക. പിന്നെ അഗ്രികൾച്ചർ അതുപോലെ തന്നെ വേറെ ഏതൊക്കെ നമ്മൾ ഹോം ടു സർവീസുകളായിട്ട് വേറെ ഏതൊക്കെ സംഗതി ആവശ്യമുള്ളത് അതൊക്കെ കംപ്ലീറ്റ് സ്റ്റേറ്റിന്റെ കീഴിലാണ് വരിക. പിന്നെ ഗവേണൻസ് പോളിസികളും സ്റ്റേറ്റിന് ഉണ്ടാക്കുന്നുണ്ടാവും. പിന്നെ കോൺഗ്രന്റ് ലിസ്റ്റ്, അതായത് രണ്ടു കൂട്ടർക്കും അധികാരികളുള്ള വിഷയങ്ങൾ. ഒന്ന് എഡ്യൂക്കേഷനിൽ രണ്ടു കൂട്ടർ ഒരുപാട് സ്കീമുകൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എൻവിറോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷണത്തിന്. ഇതിൽ എൻവിറോൺമെന്റ് സ്പെഷ്യലായിട്ട് പറയുന്നത് ചില രാജ്യങ്ങൾ പങ്കിടുന്ന ഒരുപാട് ഭൂപ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സെൻസിറ്റീവ് ഏരിയകളെക്കാരും ഇത് പ്രൊട്ടക്ട് ചെയ്യലൊക്കെ ആ ഒരു രാജ്യത്തിന്റെ ആവശ്യക്കാരം. അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ചില സംസ്ഥാനങ്ങളിൽ ഫോറസ്റ്റ് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യലൊക്കെ ആ ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യക്കാരം. രണ്ടു കൂട്ടരും ഷെയർ ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് എൻവിറോൺമെന്റ്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള മോണിറ്ററിംഗും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് നടത്തുക. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കൂട്ടൽ. നമുക്ക് ക്രാഡിൽ ടു ഗ്രേവ് സപ്പോർട്ട് എന്ന് പറയും. അതായത് നമുക്ക് ജനിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് എന്തൊക്കെ സംഗതികൾ ആവശ്യമുണ്ട്. ഹെൽത്തിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനിൽ ഒരുപാട് സ്കീംസ് ഉണ്ട്. പിന്നെ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ, പിന്നെ തുടർന്നുള്ള ഉപരിപഠനത്തിന് സെൻട്രൽ യൂണിവേഴ്സിറ്റികള്, പിന്നെ വേറെ ഏതൊക്കെ നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട്, സർക്കാർ തരുന്നുണ്ട്. പിന്നെ വൃദ്ധരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷന് കാര്യങ്ങൾ കൊടുക്കല്, പിന്നെ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യല്. അപ്പൊ എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചത് മുതൽ, ഒരു കുട്ടി ജനിക്കണമെന്ന് പറഞ്ഞാലും ശരിക്കും ജനിക്കണം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇന്ത്യ എന്ന രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സംഗതികൾ നല്ലൊരു രാജ്യത്തിലുണ്ട്. ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണ്, എത്രമാത്രം നമുക്ക് അപ്ലിക്കബിൾ ആണെന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. പിന്നെ നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന സർവീസ് ഹബ്ബായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ കലക്ടറോ ഡെപ്യൂട്ടി കമ്മീഷണർ അങ്ങനെ 3 പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ഉണ്ടാവും. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ സിവിൽ സർവീസ് പാസ്സായ ആൾക്കാരുണ്ടാവുക. അപ്പൊ നോഡലായിട്ട് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഓഫീസർ, അവരായിരിക്കും ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡിസ്ട്രിക്റ്റിന് ബ്ലോക്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടാവും. ഈ ബ്ലോക്കുകളിൽ വെച്ചിട്ടാണ് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നേരെ വരുന്ന ഫണ്ടുകൾ ഈ ബ്ലോക്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവർ ത്രൂ ആയിരിക്കും ഇവര് ഡെവലപ്മെന്റൽ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുക. പിന്നെ അതുപോലെ തെഹസിൽസ്, ഈ ബ്ലോക്ക് ത്രൂ എന്തെയും ഫണ്ട് അങ്ങോട്ട് പോകുന്നതാണ്. തെഹസിൽസ് ത്രൂ ഫണ്ട് ഇങ്ങോട്ട് വരുന്നതാണ്. റവന്യൂ ഫംഗ്ഷൻസ് ആണ്. കാര്യമായിട്ട് ടാക്സ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ എന്തൊക്കെ സംഗതികൾ കളക്ട് ചെയ്യാണ്ട് അതൊക്കെ തെഹസിൽസ് ത്രൂ ആണ്. അപ്പൊ തെഹസിൽ ഓഫീസർ ഉണ്ടാവും, അവരായിരിക്കും അവിടുത്തെ ഹെഡ്. പിന്നെ ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ കാര്യമായിട്ട് വരുന്നതാണ് പോലീസ് സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. ആ പോലീസിന്റെ സ്റ്റേറ്റ് നടപ്പിൽ വരുന്ന ഡിസ്ട്രിക്ട് ഈ അതോറിറ്റിയിലൂടെയാണ്. അപ്പൊ പോലീസിന്റെ ഒരു സൂപ്രണ്ട് ഉണ്ടാവും. ഓരോ ഡിസ്ട്രിക്റ്റിനും സ്പെഷ്യൽ ആയിട്ട് ഒരു SP സൂപ്രണ്ട് ഉണ്ടാവും. പിന്നെ പോലീസ് കഴിഞ്ഞ് ഹെൽത്തിൽ ഡിജിറ്റൽ മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. അപ്പൊ ആ ഒരു ജില്ലയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് നിപ്പ അതുപോലെ തന്നെ ചില വിഷയങ്ങളൊക്കെ നേരിട്ട സമയത്ത് ആ മെഡിക്കൽ ഓഫീസർ ആയിക്കാരം അതിന് സംഗതിയൊക്കെ പ്രിസൈഡ് ചെയ്തിട്ട് വേണ്ട പോളിസീസും വേണ്ട റെഗുലേഷൻസ് ഒക്കെ കാണേണ്ടത്. പിന്നെ ഫോറസ്ട്രി, അത് ആ ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. അതിനൊരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഓഫീസർ ഉണ്ടാവും. അഗ്രികൾച്ചർ. അതായത് ഈ ഓഫീസർമാർ കൊണ്ടത് ഈ ഒരു ഫീൽഡിൽ ഹെഡ് ആയിരിക്കും. അപ്പൊ അതുമായി പിന്നെ എമർജൻസി സിറ്റുവേഷൻസും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കലൊക്കെ ഈ ഒരു ആൾക്കാരെ പ്രീസൈഡിങ് ചെയറിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ ഗവൺമെന്റ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് സംബന്ധിച്ച് നമുക്ക് മൊബൈലിൽ എന്തൊക്കെ സർവീസുകൾ അവൈലബിൾ ആണെന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഡയറക്ടർ, നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ നേരിട്ട് പോയിട്ട് അവിടെ ആളില്ലെങ്കിൽ വീണ്ടും പോകേണ്ട അവസ്ഥകൾ, ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇന്നതിന്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യുന്ന സംഗതികളാണെങ്കിൽ പോലും അവരവിടെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് പോയാൽ മതി. പിന്നെ
ഏതൊക്കെ സ്കീമുകൾ ഡിജിറ്റൽ തലത്തിൽ അവൈലബിൾ ആണെന്ന് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിനെന്തൊക്കെ എലിജിബിലിറ്റി, അതിന് അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പോർട്ടലിലേക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിക്ട് പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വിൻഡോ ഡയറക്ടറി ആണെങ്കിലും ഫിസിക്കൽ ഓഫീസ് വിസിറ്റ് നമുക്ക് കുറക്കാനും അതുപോലെ തന്നെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മുടെ ജോലിയൊന്നും ബാധിക്കാതെ കൂടുതൽ സർവീസുകൾ നമുക്ക് അവൈൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു പോർട്ടൽ. അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. അതായത് ഓരോ ഡിസ്ട്രിക്ട് വെച്ചിട്ട് ആ ഡിസ്ട്രിക്റ്റിന് ഓരോന്നിനും സെപ്പറേറ്റ് പോർട്ടലായിരിക്കും. ആ പോർട്ടൽ വെച്ചിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ അസറ്റ് മാനേജ്മെന്റ്. അസറ്റ് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും ഓരോ പ്രോപ്പർട്ടി കാരം ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ മാനേജ് ചെയ്യൽ ഡിസ്ട്രിക്ട് ത്രൂ ആയിരിക്കും. അപ്പോൾ ഇതില് ഇപ്പൊ നമ്മളെ വീടോ പറമ്പോ ഈ സംഗതികളൊക്കെ അതിന്റെ രജിസ്ട്രേഷന് ഉടമസ്ഥർക്ക് കൈമാറല്, അതിൽ വരുന്ന ടാക്സ് കാര്യങ്ങള്, പിന്നെ വേറെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഇത് ആനുകൂല്യങ്ങളെ ബാധിക്കുന്നുണ്ട്, ഇതൊക്കെ മോണിറ്റർ ചെയ്യലും അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് ഡിസ്ട്രിക്ട് അതോറിറ്റിയാണ്. ഒന്നാമത് രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനങ്ങള്, വീട്, അതുപോലെ തന്നെ സ്ഥലം, ഇത് മൂന്നും ഡിസ്ട്രിക്റ്റിന്റെ കീഴിലാണ് പോവുക. പിന്നെ ഇതിൽ പെർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണർഷിപ്പ്, ഈ ഒരു വസ്തു നമ്മളുടേതാണ് നമുക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് തരുന്ന ഒരു രേഖ ഉണ്ടാവും, ആധാരം എന്നൊക്കെ പറയും. ആ ആധാരം കാണിച്ചിട്ടാണ് ഇത് നമ്മളുടെ തെളിയിക്കൽ. പിന്നെ ഇതിൽ വരുന്ന ആക്ഷൻസ് നമ്മൾ ഈ ഒരു അതായത് രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറായിട്ട് പറയുന്നത് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വരും, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് വരും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രീം ഓഫീസ് രജിസ്ട്രാർസ് ഓഫീസാണ്, സബ് രജിസ്ട്രാർസ് ഓഫീസ്. പിന്നെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അധികാര കൈമാറ്റം. ഇപ്പൊ നമ്മൾ നേരിട്ട് ഒരു വ്യക്തിക്ക് ഇത് കൊടുക്കുകയാണ്. അപ്പം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ സംഗതി പർച്ചേസ് ചെയ്യുമ്പോഴേക്കാണ്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ കാലശേഷം അവരുടെ അനന്തരാവകാശികൾക്ക് ഇത് കൈമാറണം. അങ്ങനെയൊക്കെ രജിസ്ട്രേഷൻ ഓണർഷിപ്പ് ഇത് മാറ്റിക്കൊണ്ടേയിരിക്കണം. എന്നാലും അത് മാത്രമല്ല, അത് മാറ്റിയിട്ട് അതിന്റെ ടാക്സിന്റെ പുതിയ പോളിസി അനുസരിച്ച് ഇത് ടാക്സിന് ലേബിൾ ആണെന്ന് കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിന്റെ ഓഫീസ് തഹസിൽദാർ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അതുപോലെ തന്നെ തഹസിൽസ് ആണ്. തഹസിൽദാറിൽ വെച്ചിട്ടാണ് ഇവര് ഈ ഒരു റവന്യൂ കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ ചെയ്യുക. പിന്നെ ഇതില് രജിസ്ട്രേഷൻ പ്രോസസ്സ് പറയുന്നുണ്ട്. നമുക്ക് ഇപ്പൊ രാജസ്ഥാനിലൊക്കെ നമുക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില രാജ്യങ്ങളിലും ചില സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. അവിടെ ഈ പഞ്ചായത്ത് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ പോർട്ടൽ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. നേരിട്ട് വിസിറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അതിൽ വരുന്ന പ്രൊസീജിയറാണ് ഒന്ന് സൈനപ്പ്, പിന്നെ രണ്ടാമത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇതാക്കുക, എൻ്റർ ചെയ്യുക. പിന്നെ ഫീസ് അപ്ലോഡ് ചെയ്യണ്ടാവും. വേറെ വേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആധാരങ്ങൾ, ഇനി വേറെ ഏതൊക്കെ കൈവകാശം നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ സ്ലോട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ നേരിട്ട് വന്നിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ടൈമിൽ സ്ലോട്ടിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വിസിറ്റ് ചെയ്യുക, സബ് രജിസ്ട്രാറെ, പിന്നെ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്യുക. ആ ഒരു പ്രസന്റ് ചെയ്തതിനു ശേഷം അവരെ വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മോഡിഫിക്കേഷൻ ഓപ്ഷൻ വരും. എന്തെങ്കിലും എഡിറ്റ്സ് കാര്യങ്ങൾ സബ് രജിസ്ട്രാർ പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യം വരും. പിന്നെ സൈന് കാര്യങ്ങൾ SMS അയച്ച് വെരിഫിക്കേഷൻ നടത്തുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ കോപ്പി നമുക്ക് ഡെലിവർ ചെയ്ത് തരും. പിന്നെ ലോ, ഓർഡർ ആൻഡ് എമർജൻസി റെസ്പോൺസ് നിയമം, അതുപോലെ തന്നെ ഇതിന്റെ വേറെ എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് വരുന്നത് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ എല്ലാവർക്കും അറിയുന്ന പോലെയാണ് 100 പോലീസ് കൺട്രോൾ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യം ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് 100 കോൾ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു നമ്പറാണ് 112 112. ഇത് നമുക്ക് എല്ലാ സംഗതിയും ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഓരോ നമ്പർ അറിയില്ലെങ്കിൽ ഈ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, എമർജൻസിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യം ആ ആവശ്യം അനുസരിച്ച് അവർ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് തരും. ഫയർ ആണെങ്കിൽ ഫയർ, ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസ്, എന്തിലൊക്കെ അവർ ഡയറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ 112 എന്ന നമ്പർ അടിച്ചാൽ. പിന്നെ FIR എന്നുള്ള ടൈം കേട്ടിട്ടുണ്ടാകും. FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ്. അപ്പോൾ അതിൽ ആ ഒരു ഒഫൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. വിക്ടിന്റെയും അതുപോലെ തന്നെ ഈ ഇരന്റെയും പ്രതിന്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എന്താണ് സംഗതികൾ, ഏതൊക്കെ ദൃക്സാക്ഷികളുടെ വിറ്റ്നസ് ആരൊക്കെ ഉണ്ട്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനാണ് FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നടത്തും. പിന്നെ ശരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പരാതി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലുണ്ടാവും. ഓരോ വീടും ഓരോ പോലീസ് സ്റ്റേഷന്റെ അതിർത്തി നമുക്ക് ഓരോരുത്തർക്കും അറിയാതെ. ഇനി നമുക്ക് അങ്ങനെ വേറെ അർജന്റ് സിറ്റുവേഷൻസ് വന്നാൽ നമുക്ക് ഏത് പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പരാതി സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഒരു അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതാണ്.
പിന്നെ ഇത് നമുക്ക് നേരിട്ട് അപ്പിയർ പണ്ട് കുറെ കാലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരുപാട് സ്റ്റേഷനിലൊക്കെ. പക്ഷെ ഈ FIR കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില സംഗതി മോഷണം പോയി കഴിഞ്ഞാലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഫിസിക്കലായിട്ട് അപ്പിയർ ചെയ്ത് കൊടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ FIR ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വിഷയം അതിലൂടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. തുണ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട് പോലീസിന്റെ, അതിലൊരുപാട് സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓഫ്ലൈനിൽ നമ്മൾ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യണം, പിന്നെ റിട്ടേൺ കംപ്ലൈന്റ് പിന്നെ കൊടുക്കുമ്പോൾ ആക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ത്രൂ കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് നമ്മൾ ഓരോന്നിന്റെ എമർജൻസി സിറ്റുവേഷൻസ് അനുസരിച്ചാണ്. ജസ്റ്റ് കേസ് കൊടുത്തിട്ട് അവർക്ക് എൻക്വയറി ഉള്ള ഒരുപാട് ടൈമും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈമൊക്കെ എടുക്കാം. വളരെ പെട്ടെന്ന് കിട്ടേണ്ട പെട്ടെന്ന് കൈക്കൊള്ളേണ്ട ആക്ഷൻസ് ഒക്കെ സ്വീകരിക്കാനാണെങ്കിൽ അവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ നമ്മളെ കൂടുതൽ അറിയാത്തൊരു സംഗതി എംപ്ലോയ്മെന്റ് നെറ്റ്വർക്ക്. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഓടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ എംപ്ലോയ്മെന്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ അക്രോസ് ഇന്ത്യ ഒരു 1005 ആൾക്കാർക്കാണ് ഇതുവരെ ഇത് കൊടുത്തിട്ടുള്ളത്. 1005 ഹ്യൂജ് നമ്പർ ആയിട്ട് കരുതണ്ട, 4.9 ലാക്ക് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഓരോ വർഷം അപേക്ഷിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അപേക്ഷിച്ചിടാം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കില്ല് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അവർ നമ്മൾ കോൺടാക്ട് ചെയ്യും. സിമ്പിൾ പ്രൊസീജിയറാണ്. അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യുക, OTP വെരിഫിക്കേഷൻ നടത്തുക, യൂസർ ID വെരിഫിക്കേഷൻ നടത്തുക, നമ്മുടെ സ്കില്ലും ക്വാളിഫിക്കേഷൻസും അതിന്റെ പ്രൂഫ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഡിസ്ട്രിക്ട് ടൗൺ എക്സ്ചേഞ്ചുകൾ ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഡിഗ്രി ഉള്ള ആൾക്കാർക്ക്. ഇതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് റോള് പിന്നെ ഫിസിക്കലി ചാലഞ്ചഡ് ആൾക്കാർക്ക് സ്പെഷ്യൽ കൺസിഡറേഷനും പ്രിവിലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അടുത്തൊരു സംഗതിയാണ് ഓൺട്രപ്രണർഷിപ്പ്. ഉദ്യം എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ത്രൂ ആണ് ഇത് രജിസ്റ്റർ ചെയ്യുക. MSME എന്നുള്ള ടേബിൾ കേട്ടിട്ടുണ്ടോ, മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ്. ഇതൊരു മിനിസ്ട്രി ആണ്, ശരിക്കും യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള. അവരുടെ കീഴിലാണ് ഈ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ചെയ്തുകൊണ്ട് മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ സംഗതികളൊക്കെ എന്ത് ചെയ്യാം, ഒരു ലെൻഡിങ് കാര്യങ്ങൾ പറ്റും, ഇതിൽ നമുക്ക് കടെടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റ് ടെൻഡേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ വാല്യൂകൾ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിലേ പേയ്മെന്റിന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സംരക്ഷണം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ള ക്രെഡിറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ, അതായത് ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംഗതികൾ ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് അടിസ്ഥാനം എന്തെങ്കിലും ലഭിക്കണം, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇതിൽ നമുക്ക് പേപ്പർലെസ് ആയിട്ട് ആധാർ, പാൻ, GST ഇത് മൂന്നും വേണം നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. അപ്പൊ GST നമ്പർ നമ്മൾ ഓൾറെഡി ഇതിൽ എടുത്തിരിക്കണം. പിന്നെ 100% ഫ്രീ ആണ്, പ്രത്യേകിച്ച് അപ്ലിക്കേഷൻ ഫീ ഒന്നും ഇല്ല. പിന്നെ ഓൺ ദി സ്പോട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വെൽഫെയർ സപ്പോർട്ട്, ഇതുവരെ നമ്മൾ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ്. ഇനി ബേസിക്കലി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കഴിഞ്ഞാൽ നമുക്ക് വെൽഫെയർ സപ്പോർട്ട് ലഭിക്കും. ഇത് ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ആയിക്കാരം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് ആയിക്കാരം. അതായത് ഓരോ വർഷം ഇത്ര ഫണ്ട് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ SC സ്റ്റുഡൻസ്, ഹരിയാനയിൽ നടക്കുന്ന ഒരു സ്കോളർഷിപ്പ് കേസ് സ്റ്റഡി എടുത്താണ് കേട്ടോ. അതായത് SC സ്റ്റുഡൻസിന് ഹരിയാനയിൽ 10ാം ക്ലാസ്സിന് മുന്നുള്ള കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് +1 അല്ലെങ്കിൽ +2 ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ SLCയിലൊക്കെ അവർ ഡ്രോപ്പ് ഔട്ട് മിനിമൈസ് ചെയ്യുക. അത് ഓരോ രാജ്യത്തെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിലെ റിക്വയർമെന്റ്സ് ആയിക്കാരം. ഇപ്പൊ ചില സംസ്ഥാനം, ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവ് വരില്ല. കാരണം എല്ലാവരും ഒരുവിധമൊക്കെ ലിറ്ററേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലും ഈ ഇത്തരം പ്രോജക്ട്സ് കാര്യങ്ങൾ കുറവായിക്കാരം. ചില സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി ചില സംസ്ഥാനങ്ങളിൽ ബേക്ക് കൊടുക്കുക, അങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ SC സ്റ്റുഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ പാരന്റ്സിന്റെ ഇൻകം 2 lakhന്റെ പെർ ആനം കുറവായിരിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും സ്കോളർഷിപ്പ് കാര്യങ്ങൾ ഇല്ല എന്നുള്ള കൺഫർമേഷൻ കൈമാറുമാണ്. അപ്ലിക്കേഷൻ വെരി സിമ്പിൾ ആണ്. ഫോം ഫില്ല് ചെയ്യുക, പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഫോം ഫില്ല് ചെയ്യുക, ഇൻകം സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, പിന്നെ സ്കൂളിലേക്ക് കൊടുക്കുക. സ്കൂൾ ത്രൂ അവർ ബ്ലോക്കോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് കൈമാറും. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. പിന്നെ നെക്സ്റ്റ് രണ്ടാമതൊരു കേസ് സ്റ്റഡി സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്താനാണ്. സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പറഞ്ഞാൽ ഫണ്ടിങ് കംപ്ലീറ്റ് 100% യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് 1 lakh അസിസ്റ്റൻസ് മാക്സിമം കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൽ ഓരോ 3 വർഷം കൂടുമ്പോൾ സർവ്വക്കും അതിൽ പുനരധിവാസ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്കാണ് ഈ ഫണ്ട് കൈമാറുക. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പോളിസികളുണ്ട്, അതും 100% സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അതായത് ഇത് കൃത്യമായിട്ട് ഓരോ സ്പെസിഫിക് നീഡ് ആവണമെന്ന് അല്ലെങ്കിൽ ജനറൽ നീഡ് ആവണമെന്ന് യൂണിയൻ ഗവൺമെന്റ് അവരെ കമ്പൽ ചെയ്യൂല. അവർക്ക് വേണ്ട രീതിയിൽ സ്പെസിഫിക് നീഡ് കാര്യങ്ങൾ നോക്കിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്.
ഇപ്പൊ DBT എന്ന് പറയും, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇപ്പോൾ ടോട്ടലി ഒരു 26 അമീബൽ സ്കീംസ് അവൈലബിൾ ആണ്. അതിൽ സ്കോളർഷിപ്പ് ഉണ്ട്, ഹൗസിംഗ് ഉണ്ട്, പിന്നെ ഫെലോഷിപ്പ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക്, ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്തിരും. ഇതിനാണ് DBT എന്ന് പറയാം. മറ്റേത് മാറ്റം കേട്ടോ, ചിലത് ടാക്സ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് വേറെ കുറെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഫണ്ടുകൾ തരുള്ളൂ. ഇതങ്ങനെ ആയിരിക്കൂല, നേരെ DBT ആയിരിക്കും, ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. പിന്നെ അടുത്താണ് നമുക്ക് ഇപ്പോ ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു ചലഞ്ചാണ്. ഈ നമ്മൾ വേണ്ട സർവീസിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട പ്രതികരണങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് തരുന്നില്ല, നമ്മുടെ അപ്ലിക്കേഷൻസ് ലാഗ് ചെയ്ത് കൊണ്ടുപോകും. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫ് ഗാർഡ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ തന്ന ഇൻഫോർമേഷൻ എന്തെങ്കിലുമൊക്കെ അസുന്ദരിതാവസ്ഥ, അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇത് അറിയാനുള്ള അവകാശമുണ്ട്. ഇത് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങളൊക്കെ അറിയുക, അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിക്കും ആ ഒരു വിഷയങ്ങൾ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പഞ്ചായത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടാണ്. റൈറ്റ് ടു പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറയുന്നതിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു ലിമിറ്റ് ടൈം, ഓരോ ആപ്ലിക്കേഷനും ഓരോ നിശ്ചിത സമയം ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ ഇത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ എന്താണ്, ഇത് തരാത്തത്, അതിനുവേണ്ട വിശദീകരണം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ അത് കൊടുത്തില്ലെങ്കിൽ ഓഫീസർമാർക്ക് പെനാൽറ്റി വരും, ആ ഫൈൻ അവർ കെട്ടേണ്ടി വരും. ഇപ്പൊ സക്സസ് സ്റ്റോറീസ് പറയാം. ഇപ്പൊ കർണാടകയിൽ ഇതിങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കർണാടകയിൽ ഇപ്പൊ 100 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു 100 ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഏകദേശം 1001 സർവീസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ കുറിച്ച് ഇങ്ങനെ പറയലുണ്ട്, അത് ലീഗൽ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതോടെ ഒരു കേസ് സ്റ്റഡി കൊടുത്താന്ന് മാത്രം. ഇതിൽ സകല എന്നുള്ള പോർട്ടൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ വേറെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കുറച്ച് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൊടുത്താണ്. അതായത് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്, ഓഫീസ് കംപ്ലൈന്റ് കൊടുക്കും, ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്ത് കൊടുത്താൽ അവർ നേരെ ഹയർ അതോറിറ്റിക്ക് അത് കൈമാറും, പിന്നെ അപ്പീലേറ്റ് അതോറിറ്റിക്ക് കൈമാറും. അപ്പീലേറ്റ് അതോറിറ്റി എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട പരിഹാരങ്ങൾ ലഭിച്ചില്ല വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അപ്പീൽ കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ ഓൺലൈൻ പോർട്ടൽ അവൈലബിൾ ആണ്. ജെൻസൺ വേ ഒരു അപ്ലിക്കേഷൻ ഉണ്ട് UP-യിൽ, വേണമെങ്കിൽ അവർക്ക് അതൊരു അപ്ലിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ ചില സംസ്ഥാനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ക്രിട്ടിക്കൽ നമ്പേഴ്സ് 112 നേരത്തെ പറഞ്ഞ ആളിനുള്ള എമർജൻസി നമ്പർ 101 ഫയർ, പിന്നെ 1091 വിമൻ ഹെൽപ്പ് ലൈൻ, 1033 ഹൈവേ റിലീഫ്. ഹൈവേയിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സഹായം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ 100 പോലീസ്, 102 ആംബുലൻസ്, പിന്നെ 9030 സൈബർ ക്രൈം, അതുപോലെ തന്നെ 14567 സീനിയർ സിറ്റിസൺക്ക് എന്തെങ്കിലുമൊക്കെ പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇത് അറിഞ്ഞുകൊണ്ട് നമ്മളൊരു സ്പെക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റ് എന്നുള്ള സർവീസ് ഹബ്ബ് നമുക്ക് അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അതിൽ എന്തൊക്കെ ടൂൾസ് ഉണ്ട്, എന്തൊക്കെ അവകാശങ്ങൾ അവർ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്, അവരുടെ കീഴിൽ എന്തൊക്കെ സ്കീംസ് അവൈലബിൾ ആണെന്ന വിഷയം നമ്മൾ ബോധവാന്മാരായിരിക്കുക. അപ്പൊ ഈ വിഷയത്തിനെ കുറിച്ച് അറിയാതിരിക്കുക എന്നുള്ളത് നമുക്ക് ഇത്തരം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് തടസ്സമാവരുത് എന്നാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇനി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ചോദിക്കാം.